ദുബായിൽ വാടക കരാർ വ്യവസ്ഥകൾ കർശനമാക്കുന്നു. കെട്ടിടത്തിൽ താമസിക്കുന്ന എല്ലാവരുടെയും വിവരങ്ങൾ കരാറിൽ രേഖപ്പെടുത്തണം. അനധികൃത താമസക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഫ്ളാറ്റുകളിലും വില്ലകളിലും ഷെയറിംഗ് താമസ രീതി അവസാനിപ്പിക്കാനുള്ള നടപടി ദുബായ് നേരത്തെ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് താമസ കെട്ടിടങ്ങളിലെ വാടക കരാർ സംബന്ധിച്ച പുതിയ നിർദ്ദേശം. വാടക കരാറിൽ തന്നെ ഫ്ളാറ്റിലോ വില്ലയിലോ താമസിക്കുന്നവരുടെ വിവരങ്ങൾ നൽകണം. ഇജാരി കരാറിൽ ഒപ്പുവെക്കുന്ന വാടകക്കാരൻ തങ്ങളോടൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, മറ്റു പങ്കാളികൾ എന്നിവരുടെയെല്ലാം പേരുവിവരങ്ങൾ വ്യക്തമായി ചേർക്കണമെന്നാണ് നിർദ്ദേശം. ഏതെങ്കിലും വാടകക്കാരൻ ഈ വിവരങ്ങൾ നൽകാതിരുന്നാൽ കെട്ടിട ഉടമകളോ അവരുടെ പ്രതിനിധികളോ ഇടപെട്ട് വിവരങ്ങൾ ശേഖരിക്കണം. റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നടത്തും. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ലൈസൻസ് ഇല്ലാതെ താമസ സൗകര്യങ്ങൾ പങ്കുവെക്കരുതെന്നാണ് വ്യവസ്ഥ. നിയമലംഘനം നടത്തുന്ന കെട്ടിട ഉടമകൾക്ക് കനത്ത പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പുതിയ ഇജാരി കരാർ ഒപ്പുവെക്കുകയോ നിലവിലുള്ളത് പുതുക്കുകയോ ചെയ്യുമ്പോഴാണ് വ്യവസ്ഥകൾ പാലിക്കേണ്ടത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.